ഈ ശതാധിപൻ സ്നേഹിതന്മാരെ യേശു അങ്ങോട്ട് പോയപ്പം പറയുകയാണ്, എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, തോന്നിയിട്ടില്ല. നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ പോരാത്തവനാ, എനിക്ക് അങ്ങോട്ട് വരാനും ആരല്ല, യോഗ്യനല്ല. പക്ഷെ ഇയാളെക്കുറിച്ചുള്ള സാക്ഷ്യം എന്താ? ഇയാൾ ആരാ? യോഗ്യൻ. അയാൾ പറയുന്നത് എന്താ? ഞാൻ യോഗ്യൻ. അകനിന്നയല്ല അത്, ഇൻഫീരിറ്റി കോംപ്ലക്സും അല്ല. ഇൻഫീരിറ്റി കോംപ്ലക്സ് വേറെയാണ്. എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന അല്ല ഇവിടെ പറയുന്നത്. ചിലർ ഭയങ്കര വിശുദ്ധരങ്ങാകും. ഞാൻ നിന്നെപ്പോലെ അല്ലെന്ന്, ഞാൻ ഭയങ്കര വിശുദ്ധനാണ്. ആളുടെ തോളലോട്ട് ഏണി വെച്ചിട്ടാണെന്നറിയാമോ? വല്ലപ്പോഴും ഒരു ബീഡി വലിക്കുന്നവൻ്റെ തോളലോട്ട് ഏണി വെച്ചിട്ട് പറയും, ഞാൻ ആരാ? വിശുദ്ധനാണ്. ഇവൻ്റെ ബീഡി വലി അങ്ങ് നിർത്തും, അവൻ രക്ഷപ്പെടും. ഇവൻ പോണോഗ്രാഫി കാണുന്നവനാ. അവൻ പക്ഷേ പോണോഗ്രാഫി കാണത്തില്ല, ബീഡി വലിക്കത്തേ ഉള്ളൂ. തമ്പുരാൻ ചിലപ്പോൾ അവനെ അങ്ങ് വിശുദ്ധീകരിക്കും. എൻ്റെ സഭയിലൊരു ബീഡി വലിക്കും, എന്നും വന്ന് കരയും, അച്ചായ നിർത്തി, വീണ്ടും തുടങ്ങി പ്രാർത്ഥിക്കണേ. 3 മാസം നിർത്തും, 3 മാസം തുടങ്ങും. പക്ഷെ പിന്നെയും കരയും. അതിനകത്ത് സമ്മതിക്കും, എനിക്ക് ബീഡി വലിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കണേ, നിർത്താൻ ഒക്കുന്നില്ല. ഒരു ദിവസം കൊച്ചിന് ബ്രസ്റ്റിൽ ഒരു മുഴ, ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. പെങ്കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. പെങ്കൊച്ച് കരഞ്ഞുകൊണ്ട് അപ്പനെടുക്ക ചെന്ന്, പപ്പ ചിലപ്പം ബീഡി വലി നിർത്തിയാൽ ഇതങ്ങ് പോകുമായിരിക്കും എന്ന് പറഞ്ഞു. അയാൾ അന്ന് സത്യം ചെയ്തു, നിർത്തി, അതങ്ങ് പോയി. പുള്ളിയുടെ ബീഡി വലിയിൽ നിന്നു. അയാളെ അശുദ്ധനായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും പലതും എന്ത് ചെയ്തിട്ടില്ല, നിർത്തിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ? ഞാൻ ആരല്ല, യോഗ്യനല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ അയോഗ്യതകളെ താൻ കാണുകയാണ്. സ്വയം വിശുദ്ധനല്ലായിരുന്നു. ഈ സ്വയപ്രഖ്യാപിത വിശുദ്ധന്മാരാണ് ആത്മീയ ലോകത്തെ അപകടം. അതിവിശുദ്ധി പറയുന്ന ഒരു അപകടകാരികളാകട്ടോ. അയ്യോ, അടുക്കല്ലേ 7 അയലോക്കത്ത്. എനിക്ക് അങ്ങനെയുള്ളവരെ പേടിയാണ്. ബസ്റ്ററി, കർത്താവ് ഇന്നലെ രാത്രി എന്നോട് സംസാരിച്ചു, നേരിട്ട് വന്ന്. ഞാൻ ആ വഴിക്ക് പോകത്തില്ല, എനിക്ക് പേടിയാണ് അവരെ. 2 കൂട്ടരെ അപകടകാരികളാണ്. ഒന്ന് അതിവിനയം കാണിക്കുന്നവരുണ്ട്. അതിവിനയം മനസ്സിലായില്ലേ? ക്രിസ്തലോ, അവരെപ്പം കാലേ വാരി നോർത്താൽ മതി. ഈ കുനിന്ന് എന്തിനാണെന്നറിയാം? വലിച്ച് താഴെ ഇടാനാ. അതിവിനയം കാണിക്കുന്ന അപകടമാ. അതിവിശുദ്ധി പറയുന്നത് എന്താ? അപകടം. അതിവിശുദ്ധി പറയല്ല, അയ്യോ ആ പെങ്കൊച്ചിൻ്റെ പൊരിയം കണ്ടോ, ആ പെങ്കൊച്ചിൻ്റെ ലിഫ്റ്റിക്ക് കണ്ടോ, ആ പെങ്കൊച്ചിൻ്റെ അത് കണ്ടോ. അതിവിശുദ്ധിയാ. ഇവരപകടകാരികളാ. ഞങ്ങളുടെ ഒരു കല്യാണം നടക്കുക, കോവിഡിൻ്റെ സമയത്തൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയല്ല. അപ്പോൾ ഈ കല്യാണത്തിന് എന്തോ വേണം, അന്ന് വാതിക്ക നിൽക്കും തോക്കുമായിട്ട് 2 പെൺപിള്ളാരെ കണ്ടിട്ടുണ്ടോ? മറന്നുപോയി അല്ലേ? ആ സാധനം പോയിട്ടില്ല, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്താ അതിൻ്റെ പേര്? ടെമ്പറേച്ചർ നോക്കാൻ വരുമ്പോഴേ എന്താ തോക്ക, പേര് നമ്പറൊക്കെ എഴുതത്തില്ലേ? ഓർമ്മയുണ്ടോ? മറന്നുപോയോ? മറക്കല്ല ഒന്നും. അപ്പോൾ അതിന് ഇവൻറ്റുകാരെയൊക്കെ നിർത്തിയപ്പോൾ ഞാൻ ഇവൻറ്റുകാരോട് പറഞ്ഞ് 2 പേരെ നിർത്തിയേക്കാൻ പറഞ്ഞു. 2 പെൺപിള്ളേരെ വന്ന് ഇന്നും ഇത്രയും മിടിയൊക്കെ ഇട്ട് നല്ല ലിഫ്റ്റിക്കൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് 2 പെൺപിള്ളേർ. ഈ പുള്ളി പോയിട്ട് പിന്നെയും തിരിച്ചു വന്നു. പ്രിൻസിപ്പാസ്റ്ററെ, നിങ്ങൾ ഇങ്ങനത്തെ അശുദ്ധനായിപ്പോയല്ലോ, ഇതാണോ സഭയുടെ മുമ്പിൽ? എന്തോ വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നമ്മൾ കണ്ടില്ല ഇതുവരെ. ഈ കാണേണ്ടവരെ ഇതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ കണ്ടില്ല, സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്തോന്ന്? അവരുടെ കാലേ തൊടാ, ലൈവ് പോവാ അല്ലേ? ക്ഷമിക്കണം, അൺപാർലമെൻ്ററി വേർഡാണെങ്കിൽ അങ്ങ് പൊറുക്ക്. ഞാൻ ചോദിച്ചു, കിളവൻ മുതുക്കൻ പോയിട്ട് പിന്നെയും തിരിച്ചു വന്നേക്കുക. ഇള് കയറുന്നേരം പോത്തില്ല, ഇയൊക്കെ കയറിപ്പോയാൽ പോരെ? കാണേണ്ടവരെ ഇതൊക്കെ എന്ത് ചെയ്യത്തുള്ളൂ? ഞാൻ പറഞ്ഞു, മുതുക്ക കയറിപ്പോടും, താൻ കയറിപ്പോ. ഞാനിതുവരെ കണ്ടില്ല. അയാളിങ്ങനെ വട്ടം ചുട്ടി നിൽക്കുക. എന്തോ കാണാനാ? ഞാനിതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ പെൺപിള്ളേരെ വിളിച്ചേ, ഞാനും ഭാര്യ കൊണ്ട് വിളിച്ചു. എനിക്ക് തോന്നി അവർക്ക് ഇച്ചിരി പൈസ കൊടുക്കണം, ഒരു ഗിഫ്റ്റ് കൊടുക്കണം. ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇവരെ വിളിച്ചപ്പോൾ ഈ കൊച്ചുങ്ങൾ പറഞ്ഞു, അച്ഛൻ തളർന്ന് കിടക്കുക. അതോ അമ്മയാണോ? അച്ഛൻ തളർന്ന് കിടക്കുന്ന, അമ്മയ്ക്ക് വയ്യ. ഡിഗ്രിക്ക് ഇവിടെ ആലുവായ്ക്കപ്പുറത്ത് പഠിക്കുന്ന മക്കളാ. ഞങ്ങളിങ്ങനെ ആഴ്ച 1-2 ദിവസമൊക്കെ ഇത് കിട്ടുമ്പം പോകും. അതിന് 10,000 രൂപ കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, എന്നിട്ട് ആ കൊച്ചുങ്ങൾ എന്നോട് പറഞ്ഞു, അച്ഛാ ഈ കോട്ടൊന്നും കണ്ട് അളക്കല്ലേ, ഇവൻ്റുകാർ തന്ന, ഞങ്ങളുടെ അല്ല. അപ്പോഴാണ് ഈയുടെ വിശുദ്ധിയെ എനിക്ക് ഈ അതിവിശുദ്ധി പറയുന്ന ഒരു അപകടകാരികളാണ്.
പക്ഷെ ഇയാൾ പറഞ്ഞ എന്താ? ഞാനെന്തല്ല, യോഗ്യനല്ല. ഞാൻ ആരല്ല? അവനവൻ്റെ കുറവ് കാണും. വിധിക്കാൻ ദൈവം നമുക്ക് കഴിവ് തന്നേക്കാൻ നാട്ടുകാരെ വിധിക്കാനാണോ നമ്മളെ വിധിക്കാനാണോ? നമ്മളെ വിധിക്കാനാ. ഞാൻ ആരല്ല? യോഗ്യനല്ല. എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോലും യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാ എൻ്റെ സത്യം. നമ്മൾ ആരെങ്കിലും യോഗ്യരാണോ? അല്ല. നമ്മുടെ സെൽഫ് വിശുദ്ധി കൊണ്ട് നമ്മൾ യോഗ്യരാണോ? അല്ല. കർത്താവ് നമ്മളെ നീതീകരിച്ചതാ. കർത്താവിൻ്റെ കൃപയിൽ നമ്മളെ പൊതിഞ്ഞതാ. അതുകൊണ്ട് അങ്ങൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇനി ആ മനുഷ്യൻ്റെ വലിയൊരു പ്രത്യേകത കണ്ടോ? ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. മതി. ഞാനും അധികാരത്തിന് കീഴുള്ളവൻ. എൻ്റെ കീഴിൽ ആരുണ്ട്? പടയാളുണ്ട്. ഞാൻ പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? പോകുന്നു. അപ്പം ഡിവൈൻ അതോറിറ്റികളെ പാലിക്കുന്നത്. ഞാൻ എന്തിന് കീഴടങ്ങിയെന്ന് ഇരിക്കുന്നവനാ? അധികാരം. എല്ലാവരും പറഞ്ഞ് എന്തിന് കീഴടങ്ങിയിരിക്കണം? ദൈവം വെച്ച അധികാരമുണ്ട്. കേൾക്കണം മക്കളെ. നാട്ടിലൊരു ചൊല്ലുണ്ട്, പിള്ള ചവിട്ടിയ തള്ളയ്ക്ക് കേടില്ല. എൻ്റെ ചിന്ത, ഈ ഗ്യാസൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ തള്ളവരുടെ കൊണ്ട് അറിയാവുന്ന അമ്മമാർ ചവിട്ടും. പിള്ള ചവിട്ടിയ തള്ളയ്ക്ക് എന്ത് വരത്തില്ല? അല്ല, തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേട് വരത്തില്ല. അതേസമയം പിള്ള തള്ളയെ ചവിട്ടിയാലോ? ആർക്ക്? അല്ല, പിള്ളയ്ക്ക്. പിള്ളയെ ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേട് വരുമോ? പിള്ള തള്ളയെ ചവിട്ടിയാലോ? പിള്ളയ്ക്ക് കേട് വരും. എന്തിനെ ലംഘിച്ചു? അധികാരത്തിനെ ലംഘിച്ചു. ആരാ അധികാരി? വീട്ടിലെ അധികാരി ആരാ? മക്കളോ? മക്കളാ ഇപ്പം പലയിടത്തും കാര്യം. അവർ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങൾ ഓടും. അന്നില്ല ഞാൻ അധികാരത്തിന് എന്ത് ചെയ്തിരിക്കുക? കീഴ്പ്പെട്ടിരിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണേ. അധികാരത്തിന് എന്ത് ചെയ്തിരിക്കണം? കീഴ്പ്പെട്ടിരിക്കണം. അപ്പനും അമ്മയും വീട്ടിലെ അധികാരികളാണ്. അതിനകത്തും അധികാരം ആരാ? വീടിൻ്റെ തല ആരാ? അപ്പനാണ്. അപ്പൻ്റെ തല ആരാ? ക്രിസ്തു. അധികാരം വികേന്ദ്രീകരണം അവിടെ കാണുന്നത്. പക്ഷെ അപ്പം തന്നെ ക്രൈസ്റ്റ് ലൈക്ക് ലീഡർഷിപ്പാണ്. ക്രിസ്തുവാണ് ത്യാഗം ചെയ്യുന്നത്. സഭയാണോ ക്രിസ്തുവാണോ സഭയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്തത്? ക്രിസ്തുവാണ്. സഭയ്ക്ക് വേണ്ടി കഷ്ടം സഹിച്ചതല്ല ആരാ? ക്രിസ്തു. അങ്ങനെ ആയിരിക്കണം അപ്പനെന്നാണ്. സഭയല്ല ത്യാഗം ചെയ്തത്. നമ്മൾ ത്യാഗം ചെയ്തത് എന്താ? യോഗത്തിന് വന്നാണ്. ബാക്കി എല്ലാ ത്യാഗവും ആരാ ചെയ്തേ? കർത്താവാണ് ചെയ്തത്. ജീവൻ തന്ന ആരാ? കർത്താവ്. അടിയേറ്റത് ആരാ? കർത്താവ്. ഭൂമിയിലേക്ക് വന്ന ആരാ? കർത്താവാണ്. അപ്പോൾ കർത്താവാണ് ത്യാഗം സഹിച്ചത്. അതുകൊണ്ട് അപ്പൻ ത്യാഗം സഹിക്കുന്നവനാ. ത്യാഗം സഹിക്കുന്നവനായിരിക്കണം. അപ്പം തന്നെ ഓർക്കണം, വീടിൻ്റെ അധികാരി ആരാ? അപ്പനാണ്. എല്ലാവരും പറഞ്ഞ് വീടിൻ്റെ അധികാരി ആരാ? അപ്പനാണ്. അപ്പന് കീഴ്പ്പെട്ടിരിക്കണം. ചെല്ലിനെക്കുറിച്ച് പറയത്തില്ലേ, അമ്മാമ്മ അവിടുത്തെ അച്ചായൻ. കേട്ടിട്ടുണ്ടോ? അമ്മാമ്മ അച്ചായനായാൽ ആ വീടിന് ഒരു നെഗറ്റീവ് എനർജി കാണും. പരമാർത്ഥമായി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പാസ്റ്ററേ. അവിടെ കാര്യങ്ങളെല്ലാം നടത്തുന്ന പാസ്റ്ററുടെ ഭാര്യയാണ്. പാസ്റ്ററുടെ ഭാര്യ കാര്യം നടത്തിയാലും പ്രശ്നമാകും. അതുകൊണ്ട് പാസ്റ്ററുടെ ഭാര്യ സഭയെ വരണമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, അധികാരി എപ്പോഴും ആരാണ്? ദൈവമാക്കി വയ്ക്കുന്ന അധികാരി. വീടിൻ്റെ അധികാരി ആരാ? അച്ഛനാ. ക്രൈസ്റ്റ് ലൈക്ക് ലീഡർ ആയിരിക്കണം എന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അധികാരി ആരാ? അമ്മയാണ്. പിന്നാണ് ആര്? മക്കൾ. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് ഒരു കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഞാൻ ഇടപെടും. ഇത് ലൈവ് മസ്റ്റാ അല്ലേ? ലൈവിൽ ആളുണ്ടോ ഇപ്പോൾ? അല്ല, ഉണ്ടോ? ഒത്തിരി പേരുണ്ടോ ലൈവിൽ? എത്ര പേരുണ്ടോ? വേണ്ട, കട്ട് ചെയ്യണ്ട. ഒരു കാര്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഞാൻ ഇടപെടും. ഞാനൊരു ദിവസം വീട്ടിൽ ഇരിക്കുമ്പോൾ ഒരു പണിയില്ലാതിരിക്കുക. ഇപ്പോൾ നമുക്ക് ഓരോ പണിയൊക്കെ കിട്ടും. പിറ്റേ ദിവസം ഞായറാഴ്ചയാണ്. എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
ഒരു വണ്ടി ആൾ ഒരു പയ്യനെ തപ്പി ഇറങ്ങിയിട്ടുണ്ട്. പാർഷയുടെ മോന പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയതാ. ഏതോ ഇന്നിടത്താണെന്നാണ് പറയുന്നത്. അമ്മാർ നമുക്കറിയാവുന്ന വണ്ടി നിറച്ചാൽ പിള്ളേർ വന്നേക്കുന്നത്, അടിയെടുക്കും. ഞാൻ പറഞ്ഞു, നീ അവരെ പിടിച്ചു നിർത്തുക എങ്ങനെയെങ്കിലും സൗര, ഞാനൊന്ന് നോക്കട്ടെ. തപ്പിപ്പോയി കഷ്ടപ്പെട്ട് ഒരു തരത്തിൽ പാസ്റ്ററെ ബന്ധപ്പെട്ടു. പാസ്റ്റർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. മോനെവിടെ ജോലിക്ക് പോയതാ. ഞാൻ പറഞ്ഞു, പ്രശ്നമാണ്, പോലീസ് വരും, സഭയിൽ പോലീസ് കയറും. തീർന്നില്ലേ? ഒരു കാര്യം ചെയ്യും, പാസ്റ്റർ പെട്ടെന്ന് ഇങ്ങോട്ട് വാ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പാസ്റ്ററെ, പൊന്നു പാസ്റ്ററെ, ശനിയാഴ്ച രാത്രിയില്ല, വണ്ടിക്കൂലിക്ക്. ഞാൻ പറഞ്ഞു, വണ്ടിയില്ല, ഒരു ടാക്സി വിളിച്ചു പോവാ, പൈസയില്ല. അത് നിങ്ങൾ ഈ എറണാകുളത്തിൻ്റെ സിറ്റി ചർച്ചിൻ്റെ അവസ്ഥയല്ല, ഗ്രാമങ്ങളിൽ ആകെപ്പാടെ പാസ്റ്ററുടെ കയ്യിൽ പൈസ വരുന്ന ഒരേ ദിവസം എന്നാ ചണ്ടയില്ല. അന്നൊരു ഞെളിഞ്ഞൊരു പോക്കുണ്ട്. തിരിച്ച് ചെല്ലുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഇവർ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ കാണുന്ന രസമാണ്. ബേക്കറിയിൽ നിന്ന് ഒരു പപ്സ് ഒരു പെപ്സിയൊക്കെ മേടിച്ച് കൊടുക്കും. ഒറ്റ ദിവസമേ ഉള്ളൂ. എന്നാ ഞായറാഴ്ചയാണ്, അതവിടെ ഒരു ദിവസമാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ ഞാൻ വരും. ഞാൻ രാത്രി വണ്ടി വെട്ടി പാസ്റ്ററെ കൊണ്ടുവന്ന്, പാസ്റ്ററെ അമ്മാമ്മ എല്ലാം കൂടെ വിളിച്ചുകൊണ്ട് വന്നിട്ട് രാത്രി ഈ പെണ്ണിൻ്റെ സ്ഥലത്ത് തപ്പിപ്പോയി. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി, SP ഓഫീസിൽ പോയി, അവിടുത്തെ പിന്നെ ഇവരുടെ പോലീസ് സ്റ്റേഷനിൽ പോയി. ഞാൻ വീട്ടിൽ വരുമ്പോൾ 4 മണിയായി. പിറ്റേ ദിവസം ഞായറാഴ്ച. എന്തിനാ, എനിക്കൊരാവശ്യമില്ല എന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തെ നമ്മൾ എന്ത് ചെയ്യണം? സമൂഹത്തെ എന്ത് ചെയ്യണം? സ്നേഹിക്കണ്ടേ? ഒരു ദൈവസഭയ്ക്ക് ഒരു ദോഷം വരുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാൻ അന്വേഷിച്ച് മനസ്സിലായത്, ഈ ഒരു പെങ്കൊച്ചും ഈ ചെറുക്കനും കൂടെ സ്നേഹമായി. ഇപ്പം നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടെ ഇടപെട്ട് അവസാനം വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും കൂടെ പറഞ്ഞു, ഇത് ഞരന്ത് പോലൊരു കൊച്ച, എന്നെ കണ്ട ഒരു പെണ്ണാന്ന് തോന്നണ്ടേ? ഒരു കാര്യം ചെയ്യും, 1 വർഷം ഇവിടെ നിൽക്കട്ടെ, അപ്പോൾ ആ കോഴ്സ് അങ്ങ് പൂർത്തീകരിക്കട്ടെ. അതിനിടയ്ക്ക് അമ്മ നല്ലപോലെ പൊളുമ്പടിയും ഫാക്ടംബോസും ഒക്കെ കൊടുത്ത് ഒന്ന് നന്നാക്കി, കണ്ടാൽ എന്താന്ന് തോന്നണം, ഒരു പെണ്ണാന്ന് തോന്നണ്ടേ? അതിന് പുളുമ്പടിയും ഫാക്ടംബോസും പഴങ്കഞ്ഞിയും തൈരും ഒക്കെ കൊടുക്കാൻ വേണ്ടി 1 വർഷം നിർത്തി. ഈ പെണ്ണ് എപ്പോഴും ആരെ വിളിച്ചോണ്ടിരിക്കുക? ചെറുക്കനെയാ. ഈ ചെറുക്കനെ വിളിക്കുമ്പം നിൻ്റെ അമ്മയുടെ കുറ്റം പറയല്ലേ. അഥവാ കല്യാണം നടന്നാലും അവൻ അമ്മയെ പിണക്കായിരിക്കും. ഈ വീട്ടിലെ കുറ്റം ഒന്നും ആ വീട്ടിൽ പറയല്ലേ. എല്ലാം പറഞ്ഞു. അപ്പോൾ ഈ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സന്ധ്യയ്ക്ക് ജോലി ചെയ്യാൻ പറഞ്ഞു, പഠിക്കത്തുമില്ല, ഫോൺ ചെയ്യും. അമ്മ ഒറ്റ അട്ടി വെച്ച് അട്ടി കൊടുക്കത്തില്ലേ? തള്ള ചവിട്ടിയ പിള്ളാരെ ചവിട്ടല്ലേ, തള്ള ചവിട്ടല്ലേ. ഇവളെന്ത് ചെയ്തു? അവനെ ഫോൺ ചെയ്തു, വാടാ എന്നെ ഈ തള്ള തല്ലിക്കൊല്ലുന്നോ. അവനിങ്ങ് വന്നു ബൈക്കിൽ. ആരുടെ എൻ്റെ പെണ്ണിനെ തല്ലുന്നേ? ഏത് സ്റ്റൈലിലാണെന്നറിയാമോ? അറിയത്തില്ലേ? അറിയാം. വന്ന് അവൻ ഒറ്റയടി ഡൈനിങ് ടേബിൾ അടിച്ചങ്ങ് ഓടിച്ചു. അമ്മ വന്നു, ഒറ്റയടി അമ്മ താഴെ പോയി. അച്ചായൻ വന്നു, വലിച്ച് കറക്കി അവൻ എറിഞ്ഞു. ബടി അവിടെ കയ്യെ പിടിച്ചു, അവൻ്റെ ബൈക്കെ കയറി പോയി. അപ്പനെ അമ്മയും തല്ലി താഴെയിട്ട് കുഞ്ഞിനെ പിടിച്ചോണ്ട് എന്ത് ചെയ്തേക്കുക? പോയേക്കുക. എന്തിനു കീഴ്പ്പെട്ടില്ല? ഇവളെ വീട്ടിൽ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അറിയുന്ന ഗർഭിണിയാണ്. അവൾ 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ അവൻ ചത്തുപോയി ആക്സിഡൻറ്റിൽ. 17-18 വയസ്സ്. ഇനി അവളെങ്ങനെ ജീവിക്കും? ഒരു കൊച്ച്. ഈ കൂട്ടുകാരെല്ലാം കൂടെ വലിയ റാലിയെ ബൈക്കേ വന്നുകൊണ്ട് കാര്യമാവും? ഇല്ല. എന്തിന് കീഴ്പ്പെടാഞ്ഞതാണ്? അധികാരത്തിന് കീഴ്പ്പെടാഞ്ഞതാണ്. അപ്പോൾ എപ്പോഴും എന്തിന് കീഴ്പ്പെട്ടോണം? അധികാരത്തിന് കീഴ്പ്പെടും. ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്ന അധികാരി ആരാ? പാസ്റ്ററാണ്. ദി ഡിവൈൻ അതോറിറ്റി. ഒരു തരത്തിലും യോജിക്കാൻ ഒക്കത്തില്ലെങ്കിൽ ഒരു മുറിവുണ്ടാക്കാതെ മാറിക്കോണം. പക്ഷേ നിന്ന് ഫൈറ്റ് ചെയ്യരുത്. അധികാരത്തിന് എന്ത് ചെയ്യണം? പൗരോഹിത്യ മതത്തിൻ്റെ ഭീഷണിയൊന്നും അല്ലിത്. ശാപം വരുമെന്നൊക്കെ പറഞ്ഞ് പൗരോഹിത്യ മതത്തിൻ്റെ ഭീഷണിയൊന്നും അല്ല. അപ്പനും അമ്മയ്ക്കും കീഴ്പ്പെട്ടിരിക്കണം മക്കളെ. വിയോജിക്കാം, കാര്യങ്ങൾ പറയാം, പക്ഷേ അധികാരത്തിന് എന്ത് ചെയ്തിരിക്കണം? കീഴ്പ്പെട്ടിരിക്കണം. എത്ര വലുതായാലും. ഞാനൊരു അച്ഛൻ്റെ ഒരു സാക്ഷ്യം കേട്ടെ. ദിനുവച്ഛനാ. അച്ഛൻ ഈ യൂത്ത് കോൺഫറൻസൊക്കെ നടത്തുന്ന ഒരു സെലിബ്രിറ്റി, ഒരു വലിയ നല്ല എല്ലാവരുടെയും ഒരു മിടുക്കനാ.
അപ്പോൾ അച്ഛൻ്റെ ഒരു സാക്ഷ്യം കേട്ട് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അച്ഛന്മാരെല്ലാം കൂടെ വന്നിരിക്കുന്ന ഒരു സദസ്സിൽ അച്ഛന്മാരെല്ലാം കൂടെ ഇത് കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഫോട്ടോ എടുക്കാൻ വന്നിരിക്കുന്നു, അച്ഛനോടൊപ്പം സെൽഫി എടുക്കാൻ നിൽക്കുന്നു, അച്ഛൻ്റെ കൂട്ടുകാരച്ഛന്മാർ വന്നിരിക്കുന്നു. അച്ഛൻ ഫോട്ടോ എടുക്കുമ്പോഴല്ല അച്ഛൻ്റെ അമ്മ വന്ന് ഇങ്ങനെ നിൽക്കുക, അച്ഛൻ്റെ അമ്മ വന്ന് ഇങ്ങനെ നിൽക്കുക. അമ്മ മാറാൻ ഫോട്ടോ എടുക്കുക, എന്ത് ചെയ്താൽ മാറത്തില്ല. അച്ഛന്മാരെല്ലാം കൂടെ ഫോട്ടോ എടുക്കുമ്പോൾ ഈ അമ്മ കയറി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒടുവിൽ അച്ഛൻ ദേഷ്യം വന്നിട്ട് പറഞ്ഞ് അമ്മ മാറാൻ മോശമാണോ. അപ്പോൾ അമ്മ എല്ലാം എന്നിട്ടും മാറിയില്ല. പിന്നെയും ഫോട്ടോ എടുക്കുമ്പോൾ ഓടി വന്നിരിക്കും. അവസാനമാണ് അമ്മ പറയുന്നത്, എടാ എല്ലാ അച്ഛന്മാരുടെയും കുപ്പായെന്നല്ല, നിന്റെ കണ്ടോ, നീ ശ്രദ്ധിച്ചില്ല, ഇത്രയും ഭാഗത്ത് ചെളിയ, അത് മറയ്ക്കാനാണ് ഇവർ ഈ മുമ്പിൽ കയറി നിൽക്കുന്നത്. അത്രയും കുപ്പായത്തെ ചെളിയുണ്ട് ഇവിടെ. അച്ഛനറിഞ്ഞില്ല, അത് മറയ്ക്കാനാ ആര് കയറി നിൽക്കുക, അമ്മ നിൽക്കുക. അപ്പോൾ കൊച്ചുങ്ങൾ എത്ര ഉയർന്നാലും കുശുമ്പില്ലാത്ത ഒറ്റയാളേ ഉള്ളൂ, ആരാ? അപ്പനാ. എൻ്റെ കൂട്ടുകാരി ചിലപ്പം കൂടോത്രം ചെയ്യും, കൈവശം തരായിരിക്കും. പക്ഷെ കുഞ്ഞിന് കൈവശം കൊടുക്കാത്ത ഒറ്റയാളേ ഉള്ളൂ, ആരാ? അമ്മയാ. അപ്പം അതുകൊണ്ടാണ് ആർക്കും മത്സരിക്കരുത്, അധികാരത്തിന് മത്സരിക്കരുത്. ശരിയല്ലേ? അധികാരത്തിന് എന്ത് ചെയ്യരുത്? മത്സരിക്കരുത്. ചേർന്ന് പറഞ്ഞ്, അധികാരത്തിന് മത്സരിക്കരുത്. ഡിവൈൻ അതോറിറ്റിയാണ്. അമ്മായിമ്മയാണെന്ന് വെച്ചു, അമ്മായിമ്മയോട് വഴക്കടിക്കാൻ പോകരുത്. അമ്മായിമ്മയും നിങ്ങളും തമ്മിൽ ജനറേഷൻ ഗ്യാപ്പുണ്ട്. നിങ്ങൾ ടൂറ് പോകുന്ന പോലെ അമ്മായിമ്മ പോത്തില്ല. നിങ്ങൾ ഹോട്ടലിൽ പോയി കഴിക്കുന്നവർക്ക് ഇഷ്ടമില്ല. എന്നാ കാരാന്നറിയാവും, അവരങ്ങനെ ശീലിച്ചതല്ല. അവർക്ക് ഇന്ന് പൈസ കളയാനൊക്കത്തില്ല, അവർ ചുരുക്കി ചുരുക്കി ജീവിച്ചതാണ്. അതുകൊണ്ട് രാവിലെ ഞങ്ങളിന്ന് വൈകിട്ട് കുഴിമന്തി കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അമ്മച്ചിക്ക് സങ്കടമാണ്. എടി എന്തിനാടി ഇപ്പം മന്തി ചോദിക്കത്തില്ലേ? ചോദിക്കും. ഞങ്ങളൊരിടത്തൊക്കെ വരുമ്പോൾ എല്ലാവരും കൂടെ കരിക്കൻ ഷേക്ക് കുടിക്കാൻ കയറി. 8-10 പേരുണ്ട്. അമ്മച്ചി പറഞ്ഞ് എല്ലാവരും വണ്ടിക്കകത്ത് കയറിക്കേ, എല്ലാവരും വണ്ടിക്കകത്ത് കയറിക്കേ. എല്ലാവരെയും കയറ്റി 3 കരിക്ക് മേടിച്ചുകൊണ്ട് വന്ന് 10 പേർക്ക് ഷേക്ക് അടിച്ചു കൊടുത്തു. 3 കരിക്കിന് 30 രൂപ. 10 പേര് ഷേക്ക് കുടിച്ചാൽ 300 രൂപ. 30 രൂപ അമ്മച്ചി തീർത്ത പരിപാടി. ഒരു കവർ പാല് മേടിച്ചു. അമ്മച്ചി ഏതാണ്ടൊരു അമ്മച്ചിയുടെ രീതി, അടിപൊളി ഷേക്ക്. അത് അമ്മച്ചിക്ക് 300 രൂപ പോകുന്ന സങ്കടമുണ്ട്. അതുകൊണ്ട് ചിലപ്പം പിടിച്ചെന്നൊക്കെ വരും. എന്നാലും ഈ അമ്മായിമ്മയോട് ഉതയ്ക്കാൻ പോവല്ലേ. എന്നാ കാര്യം എന്നറിയാവും, അധികം നാൾ കഴിയുമ്പോൾ അവർ ചത്തുപോക്കുള്ളൂ. ഏതായാലും അവർ ഇത്രയും നാളും ജീവിക്കാനൊന്നും പോകുന്നില്ല. അല്പകാലത്തേക്കുള്ള ലഘുവായ കഷ്ടം കണ്ടോ? അവരൊക്കെ ഫ്രീ ആയോ? ഫ്രീ ആയിട്ടിരിക്കുക. ഫ്രീ ആയോ? ഫ്രീ ആയോ? ഇല്ല. അല്പകാലത്തേക്കുള്ള ഓർത്താൽ മതി. അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകാലമായിട്ടൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് അവരെ ഞാനെല്ലാം മരുമക്കളോടും പറയും, അവർ പറയുന്ന എല്ലാം കേൾക്കണം. പക്ഷെ ഒരിക്കൽ പോലും തിരിച്ചു പറയരുത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാവൂ. പക്ഷെ എന്ത് പറയരുത്? തിരിച്ചു പറയരുത്. 2 എല്ലാം അങ്ങ് ചോദിച്ചേക്കണം. അമ്മച്ചി പൊയ്ക്കോട്ടെ, അമ്മച്ചി ഒന്ന് പോവാം അമ്മച്ചി എന്ന് ചോദിച്ചാൽ അമ്മച്ചി എന്നൊക്കെ വാ നിറച്ച് എന്ത് ചെയ്തേക്കണം? അവരെ നമ്മൾ ഫ്ലാറ്റാക്കണം. അവർ ഫ്ലാറ്റായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രശ്നമായിരിക്കും. അതിന് വാ നിറച്ചങ്ങ് വിളിക്കണം. അമ്മച്ചിൻ്റെ എന്തെങ്കിലുമൊക്കെ അങ്ങ് വിളിക്കണം. അവർ ഓക്കെ ആവും. ഒരു 99% ഓക്കെ ആവും. പിന്നെ ഒരു 1% വട്ട് പിടിച്ചൊക്കെ ഉണ്ട്. അത് പിന്നെ മാനസിക രോഗിയാണെന്ന് വെക്കുക. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കെ ചിലപ്പോൾ അത് സൈക്കോളജിക്കൽ ഇഷ്യൂസൊക്കെ കാണും. 99% ഫ്ലാറ്റാക്കാം. വാ നിറച്ച് അങ്ങ് വിളിക്കണം. അങ്ങ് ഒരുക്കി കൊടുക്കുക. അമ്മച്ചി സാരി കൊടുക്കുമ്പോൾ ഒന്ന് ഫ്ലാറ്റ് എന്താ എൻ്റെ ഇതൊക്കെ ഒന്ന് അതൊക്കെ ഒന്ന് പിടിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്താൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, സഹിച്ചാൽ കൂടെ വാഴാം, സഹിച്ചാൽ കൂടെ വാഴാം. അതുകൊണ്ട് ഒരു പിള്ളേർ ഇറങ്ങിപ്പോകരുത്. ഗതികേട് കണ്ടോ, ചത്തുപോകും. പോകാതിരിക്കുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്തേര്. എവിടെങ്കിലും ഉണ്ടോ? വല്ലോ ഉണ്ടോ?
ഇത് ചക്കര ഉണ്ടോ? ഉണ്ടോടാ? നമുക്ക് പറ്റാത്തതൊന്നും പാടില്ല കേട്ടോ. സഹിച്ചാ ഇവിടെ വാഴ. അപ്പം അധികാരത്തിന് എന്ത് ചെയ്തിരിക്കണം? കീഴ്പ്പെട്ടിരിക്കണം. സ്വത്രം ചെയ്തേ. അധികാരത്തിന് ഞാൻ വലിയ ദേവീസഭയുടെ ശുശ്രൂഷകനായിരുന്നു. ഞങ്ങളുടെ തമ്പിയപ്പച്ചൻ മരിച്ചുപോയി. സീരിയസ് ആയിട്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, സ്വാഭാവികമായ. പക്ഷേ എനിക്ക് ഭയങ്കര ഒരു പ്രാഗൽഭ്യമുണ്ട് ഒരു കാര്യത്തിൽ. ഈ നിമിഷം വരെ ഞാൻ മാറി എന്ന് പറഞ്ഞാലും തമ്പിച്ചാണ്ട് ഒരൊറ്റ അക്ഷരം പറഞ്ഞിട്ടില്ല. ഒറ്റ അക്ഷരം പറഞ്ഞിട്ടില്ല. ദൈവകൃപയാ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ സമാധാനം ഉണ്ടായി. അത് ചെറിയൊരു കാര്യമല്ല. തമ്പിച്ചാൻ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളുടെ ഒരു കല്യാണത്തിന് റാന്നി ഭാഗത്ത് അപ്പുറത്തങ്ങാണ്ട് പോയിട്ട് പുള്ളിക്ക് അവിടുന്ന് കഴിക്കാതെ ഒരു 3 മണിയായപ്പം വീട്ടിൽ വന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വന്നുകൊണ്ട് അന്നേരം ഒത്തിരി പേരുണ്ടായിരുന്നു വീട്ടിൽ. സത്യത്തിൽ ചോറില്ലായിരുന്നു. പെട്ടെന്ന് നിന്ന് ഞാൻ കല്യാണത്തിനൊന്നും കൂടാതെ ഇനി വന്നാ. എന്നിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നിൻ്റെ കൈ കൊണ്ട് എനിക്ക് ചോറിനോടി അതിന് ഞാനിങ്ങനെ പോകുന്ന. നമ്മൾ 5 മിനിറ്റ് കൊണ്ട് അതെല്ലാം റെഡിയാക്കി അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം പോയി അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചെയ്ത്. എന്നാലും 3 മണിയായപ്പോൾ നിൻ്റെ കൈ കൊണ്ട് എനിക്ക് ചോറ് വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് കഴിച്ച് നമുക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്ത് അനുഗ്രഹവും കൊടുത്തിട്ട് പോയി. നമുക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ല. ഞങ്ങളുടെ മറിയാൻ വേണ്ടി മരിച്ചുപോയി. ലാസ്റ്റ് പങ്കെടുത്ത ആരാധന ഞങ്ങളുടെ ആരാധനയാണ്. അപ്പോൾ ഞങ്ങൾ വയ്യാഞ്ഞിട്ടും കൊണ്ടുവന്നു. എൻ്റെ കൂടെ ഒരു ഏബലുണ്ട്. പുറയിലുണ്ടോ എന്നറിയത്തില്ല. ഏബൽ പുറയിലുണ്ടോ? ഉണ്ടോ? ഇല്ല. ഉള്ളം വരെ പോയേക്കുക. അവർ നല്ല കുറേ പിള്ളേരുണ്ട്. അവരെല്ലാം കൂടെ കസേര ഇരുത്തി എടുത്തുകൊണ്ട് വന്ന് ആരാധനയ്ക്ക് ഇരുത്തി അവിടുന്ന് കസേര ഇരുത്തി തിരിച്ചു കൊണ്ടുപോയി. ലാസ്റ്റിലെ ആരാധന ഒക്കെ ചെറിയൊരു കാര്യമാണോ? അല്ല. അപ്പോൾ എപ്പോഴും എന്തിനു കീഴ്പ്പെട്ടിരിക്കണം? അധികാരത്തിന്. ഞാൻ എന്തിന് കീഴുള്ളവൻ? അധികാരത്തിന് കീഴുള്ളവൻ. ഒന്നുകൂടെ പറഞ്ഞേ. അധികാരത്തിന് നമ്മൾ കീഴ്പ്പെട്ടാലേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ കീഴ്പ്പെട്ടാലേ ആർക്ക് കീഴ്പ്പെടത്തുള്ളൂ? നമുക്ക് കീഴ്പ്പെടത്തുള്ളൂ. നമ്മൾ കീഴ്പ്പെട്ടാലേ നമുക്ക് കീഴ്പ്പെടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അധികാരത്തിന് കീഴ്പ്പെട്ട്. അപ്പം ശതാധിപൻ്റെ വീട്ടിൽ കർത്താവ് അത്ഭുതം ചെയ്തു. ഒന്നാമത്തെ കാര്യം, ആളാരാണ്? യോഗ്യൻ. രണ്ടാമത്തെ കാര്യം, ജനത്തെ സ്നേഹിക്കുന്നു. മൂന്നാമത്തെ കാര്യം, അവിടെ പ്രശ്നങ്ങളിൽ എന്ത് ചെയ്തു? ഇടപെട്ടു. നാലാമത്തെ ക്വാളിറ്റി, തനിക്ക് താൻ തന്നെ എന്തെന്ന് തോന്നിയില്ല. സെൽഫ് ബൂസ്റ്റിംഗ് ആയിരുന്നോ? അല്ല. അപ്പം തന്നെ തൻ്റെ കുറവുകളെ, അയോഗ്യതകളെ എന്ത് ചെയ്തു? കണ്ടു. അഞ്ചാമത്തെ ക്വാളിറ്റി, എന്തിന് കീഴ്പ്പെട്ടിരുന്നു? അധികാരത്തിന് കീഴ്പ്പെട്ടിരുന്നു. ആറാമത്തെ ഒരു ക്വാളിറ്റി, നീ എനിക്ക് എന്തല്ല? ഭാരമല്ല. ഒരു വയ്യാതെ വന്ന സഹോദരൻ എനിക്ക് എന്തല്ല? ഭാരമല്ലെന്നുള്ള ആറ്റിറ്റ്യൂഡ്. നീ എനിക്ക് എന്തല്ല? ഭാരമല്ലെന്ന ആറ്റിറ്റ്യൂഡ്. ഇന്ന് മനുഷ്യർക്ക് എല്ലാവരും ഒരു ഭാര, കിടപ്പിലായിപ്പോയ ഒരു ഭാരമാണ്. ഒരു വർഷമൊക്കെ ആകുമ്പോൾ വർഷങ്ങൾ നോക്കിയിട്ടുള്ളവരെ എനിക്കറിയാം. വർഷങ്ങൾ, ജീവച്ഛവം പോലെ. ഞാനൊരിടത്ത് വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടു. അവളൊരു ചൂട് രാജ്യത്താണ്, പക്ഷെ സ്വെറ്റർ ഇട്ടേക്കുന്നു. എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ട്. ഞാനിങ്ങനെ സംസാരിച്ചപ്പം ചോദിച്ചു, കല്യാണം കഴിഞ്ഞതാ, മക്കൾ ഉണ്ടോ? ഇല്ല. പിന്നെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്, ഡിവോഴ്സാണോ? ചോദിക്കാൻ ഒരു മടി. എന്നാലും കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു, ഭർത്താവുണ്ട്, കിടപ്പ, 13 വർഷമായി, കോമായില്ല. ഭർത്താവിനെ നോക്കാൻ വേണ്ടി അവൾ ജോലിക്ക് വന്നിരിക്കുക. കളഞ്ഞോ? ഇല്ല. നീ എനിക്ക് എന്തല്ല? ഭാരമല്ല. മാതാപിതാക്കളൊക്കെ ചിന്തിക്കാൻ കഴിയണം. വയ്യാത്ത മാതാപിതാക്കൾ എനിക്ക് ആരല്ല? ഭാരമല്ല. വയ്യാത്ത ഒരു കൂടപ്പുറപ്പുണ്ടെങ്കിൽ എനിക്ക് ആരല്ല? ഭാരമല്ല. ജീവിത പങ്കാളിക്ക് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്തല്ല? ഭാരമല്ല. എൻ്റെ പൊന്നു പാസ്റ്ററേ, ഇവളെ കൊണ്ട് മടുത്ത് എഴുന്നേറ്റ് കിടക്കാൻ വയ്യ എന്ന് പറയില്ലേ? അവൾ എനിക്ക് ആരല്ല? ഭാരമല്ല. അദ്ദേഹം എനിക്ക് ആരല്ല? ഭാരമല്ല. അപ്പം നോക്കപ്പെടേണ്ട ആളുകൾ, നീ എനിക്കൊരു ഭാരമല്ലെന്ന് ചിന്തിച്ച ഒരു വലിയ മനുഷ്യൻ്റെ ചരിത്രത്തെ വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമാക്കി. ഇങ്ങനെയുള്ളവരെന്നും വേദപുസ്തക ചരിത്രത്തിൻ്റെ ഭാഗമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വാക്കുകൊണ്ട് ആ വീടിന് എന്ത് വരികയാ?
സൗഖ്യം പറയുക. വാക്കുപോലും പറഞ്ഞില്ല. യേശു നോക്കിയിട്ട് പറഞ്ഞു, ഇസ്രായേൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അവൻ എന്ത് വന്നു? സൗഖ്യം വന്നു.